ബ്രദറിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഈ ജീവിക്കുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ചെത്തുകാരനായിരുന്നു. അറ്റാക്ക് രാവിലെ ജോലിക്ക് വീട്ടിൽ നിന്ന് പോയി വെള്ളത്തിൽ വീണ് മരിച്ചതാണ്. മിത്രങ്ങളെല്ലാവരും 15 ദിവസം കഴിഞ്ഞപ്പം ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം പിണങ്ങി മാറി. എൻ്റെ അയൽവക്കത്തുള്ളവരിവിടെ ഉണ്ട്. ഞാൻ അതുപോലെ വിഷമിച്ച് പശുക്കളെ വളർത്തി കഷ്ടപ്പെട്ട് ഒരുപാട് പുല്ലൊക്കെ ചെത്തി വിഷമിച്ച് എൻ്റെ മക്കളെ വളർത്തി പഠിപ്പിച്ചത്. സോളി സിസ്റ്റർ പറയണ് പച്ച ഡ്രസ്സ് ഇട്ട് ഒരാള് അവര് സൗഖ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്റെ യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാം ഉണ്ടായി. 50 ലക്ഷം രൂപ മുടക്കി ഇന്നൊരു വീട് പണിതിട്ട് 3 വർഷമായി. 1.5 ഏക്കർ സ്ഥലമുണ്ട്. എല്ലാം കൊണ്ടും ദൈവം എന്നെ ഉയർത്തി. ഇന്ന് സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആരും വേണ്ട, നമുക്കൊരു സങ്കടവും ഇല്ല, നമുക്ക് ഒരു കൂട്ടും നമുക്ക് വേണ്ട, നമ്മുടെ കർത്താവ് മാത്രം മതി. സരള എന്ന് പറഞ്ഞൊരു ആന്റിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. സരള ആന്റി, പ്രൈസ് ദി ലോർഡ്. ആന്റി എവിടുന്നാണ് വരുന്നത്? വൈക്കത്ത് നിന്നാണ് വരുന്നത്. ആന്റിയുടെ സാക്ഷ്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏകദേശം ആഴ്ചകളോളം ഓർമ്മക്കുറവുണ്ടായിരുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് സൗഖ്യമായതും ഈ സാക്ഷ്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ആന്റി യേശുവിനെ അറിയുന്നത് എത്ര നാളുകൾക്ക് മുമ്പ്? 6 വർഷം മുമ്പ്. 6 വർഷം മുമ്പ്. എങ്ങനെയാണ് യേശുവിനെ അറിയുവാനിടയായത്? ക്ഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ TV കണ്ടപ്പം ജോൺ ബ്രദർ പ്രസംഗിക്കുന്നതാണ് കണ്ടത്. അപ്പം അന്ന് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഏത് മീറ്റിംഗിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത് ആന്റി? ആദ്യമേ TV കണ്ടോണ്ടിരിക്കും. പിന്നെ എറണാകുളം മീറ്റിംഗ്, കൊല്ലം, അഞ്ചല്, അങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഇവിടെ വന്നൊരു സിസ്റ്റർ വീട്ടിൽ വന്ന് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിച്ച്, അപ്പം നമുക്ക് ഇന്ന ഈ ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ മാസവും തന്നെ ഞാൻ വരും. ആ മീറ്റിംഗിൽ പങ്കെടുത്ത അന്ന് എന്തെങ്കിലും ജീവിതത്തിലെ അനുഭവമോ എന്തെങ്കിലും ദൈവം സംസാരിച്ചതായിട്ടോ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ ആന്റിക്ക്? എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഞാൻ ആകെ ജീവിതത്തിൽ കീഴ്പോട്ട് പോയി. ഒത്തിരി വിഷമിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും എൻ്റെ യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാം ഉണ്ടായി. ഒത്തിരി തകർന്നിരിക്കുകയായിരുന്നു. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പശുക്കളെ വളർത്തിയ ഭർത്താവ് മരിച്ചിട്ട് 21 വർഷമായി. പിള്ളേര് കൊച്ചായിരുന്നു. 2 പേരെ BSc നഴ്സിംഗ് പഠിപ്പിച്ച്, ഒരാൾ MBA പഠിച്ച ഏറ്റവും ഇളയാള്. ഇവരെ എല്ലാവരെയും പഠിപ്പിച്ച് 3 പേർക്കും മകൻ്റെ ഭാര്യ വരെ BSc നേഴ്സാണ്. മൂത്ത ആള് സൗദിയിൽ, രണ്ടാമത്തെ ആള് മാൾട്ടയില്, മകൻ്റെ ഭാര്യ ഓസ്ട്രേലിയക്ക് ന്യൂസിലൻഡിനും പോകാൻ ആകുമെന്ന് കരുതിയിരിക്കണം. മാൾട്ടയിലേക്ക് മകന് ജോലിക്ക് എല്ലാം ആയി വന്നിട്ടുണ്ട്. യേശുവിനെ അറിയുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അയൽവക്കത്തുള്ളവരിവിടെ ഉണ്ട്. ഞാൻ അതുപോലെ വിഷമിച്ച് പശുക്കളെ വളർത്തി കഷ്ടപ്പെട്ട് ഒരുപാട് പുല്ലൊക്കെ ചെത്തി വിഷമിച്ച് എൻ്റെ മക്കളെ വളർത്തി പഠിപ്പിച്ചത്. കാരണം ഹസ്ബൻഡ് എത്ര വർഷമായി? 2004 ചെത്തുകാരനായിരുന്നു. അറ്റാക്ക് രാവിലെ ജോലിക്ക് വീട്ടിൽ നിന്ന് പോയി വെള്ളത്തിൽ വീണ് മരിച്ചതാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ ഒത്തിരി പ്രയാസം. എൻ്റെ വീട്ടുകാരുടെ സഹായം ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട് പെരുവയാണ്. അല്ലാതെ മിത്രങ്ങളെല്ലാവരും 15 ദിവസം കഴിഞ്ഞപ്പം ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം പിണങ്ങി മാറി. ആ സമയത്താണ് നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. ആ TV പ്രോഗ്രാം കണ്ടതിന്റെ പരിണത ഫലമായി നമ്മുടെ എറണാകുളത്തെ പബ്ലിക് മീറ്റിംഗ് കടന്നു വന്നു. അന്ന് മുതൽ ഏതൊക്കെ മേഖലയിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് ആന്റിയുടെ? എനിക്ക് പണിയെടുക്കണതിൽ എനിക്ക് ഒരുപാട് ആരോഗ്യം കിട്ടി. 5-6 പശുക്കളെ വരെ എനിക്ക് വളർത്തി പാലുണ്ടാക്കി. അത് ഒട്ടും വിഷമയില്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റി. അങ്ങനെ എനിക്കിഷ്ടം എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർക്കണ എല്ലാ കാര്യങ്ങളും നടന്ന് യേശുവിനെ അറിഞ്ഞ സമയം തൊട്ട് ആരോഗ്യം ഉണ്ടാകണം, സമ്പത്തുണ്ടാകുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി നല്ലോണം എല്ലാവരും നല്ല മിടുക്കര് പിള്ളേരായിട്ട് വന്ന് അവരെല്ലാവരും മാറുവാനായി തുടങ്ങി. അതിന്റെ ഇടയിലാണ് ഏകദേശം ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ ചില അനുഭവങ്ങളുണ്ട്. അതെന്തായിരുന്നു കാരണം? ഒത്തിരി ജോലി ചെയ്യുന്ന ആളാ. വീട്ടിൽ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് ഒന്നും ഒരു ഓർമ്മയില്ലാത്ത പോലെ.
ഒരു ഓർമ്മയില്ല. പെടലിക്കൊക്കെ ഭയങ്കര വേദന. എനിക്ക് കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റണില്ല. ഒരു സമയത്തേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പൊ എന്റെ മോൻ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയോലപ്പറമ്പിൽ. അവിടെ ചെന്ന് പ്രഷർ ഷുഗറൊക്കെ നോക്കി. അതൊന്നും ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം പിടിച്ചു. എനിക്ക് ആ ക്ഷീണം ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ മാറി. പിന്നെ വൈറ്റമിൻ്റെ ഗുളികയും വേറെന്തോ ഒരു ഗുളിക കൂടി തന്നു. ആ ഗുളിക കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പെടലിക്ക് വേദനയൊക്കെ ആയിട്ട് വല്ലാതെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ടി വി ഹാർവസ്റ്റിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പം ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു, ശരീരത്തിന് ക്ഷീണം ഉണ്ടാകണം. ആ സമയത്താണോ ഹാർവസ്റ്റ് ടി വി കാണുന്നത്? അതെ, ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ ചില ദിവസം എനിക്ക് കാണാൻ പറ്റിയല്ല. അപ്പൊ അന്ന് ഞാൻ നിർബന്ധമായിട്ട് ഏറ്റിരുന്ന് കണ്ടപ്പോഴത്തേക്കും സോളി സിസ്റ്റർ പറയണ പച്ച ഡ്രസ്സ് ഇട്ട് ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞില്ല, പച്ച ഡ്രസ്സ് ഇട്ട് ഒരാള് പച്ചയമേ വെള്ള എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് സൗഖ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. സംസാരിക്കുക. അപ്പം ആ നിമിഷം പെട്ടെന്ന് 8:30 കഴിഞ്ഞ് 9 പോയി കിടന്നുറങ്ങി. നല്ലോണം ഉറങ്ങി. നേരം വെളുത്തപ്പോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. 5:30 തന്നെ ഞാൻ എല്ലാ ജോലികളും ചെയ്ത് എനിക്ക് നല്ല സുഖം കിട്ടി. ആ നിമിഷം മുതൽ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. ശരിക്കും എനിക്ക് സുഖമായി, പരിപൂർണ സൗഖ്യമായി, ഓർമ്മശക്തി ആരോഗ്യമുണ്ടായി. ഈ മിനിസ്ട്രി വന്നപ്പോൾ ജോൺ ബർണസ് ശുശ്രൂഷയിലൂടെ ആന്റിയുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. ബ്രദറിന്റെ ഈ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഞാനും എന്റെ മക്കളും ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ബ്രദറിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മക്കളും ഈ ജീവിക്കുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. കാരണം അത്രത്തോളം തകർന്നൊരു അനുഭവത്തിലാണ്. അതെ, എല്ലാവരും നമ്മൾ തീർത്ത് താഴെ പോയി എന്ന് കരുതിയെടുത്ത് ഏറ്റവും ഉയർന്നു തന്നെ 50 ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിതിട്ട് 3 വർഷമായി. പിന്നെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും നല്ല ഇത് തന്നെ ദൈവം തന്നേക്കണത്. 1.5 ഏക്കർ സ്ഥലമുണ്ട്. എല്ലാം കൊണ്ടും ദൈവം എന്നെ ഉയർത്തി. ഇന്ന് സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. തകർന്നു പോയ സാഹചര്യങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു, സഭയോട് ചേർന്ന് നിന്നു, മീറ്റിങ്ങുകൾ പങ്കെടുത്തു. അന്നു മുതൽ ശാരീരികമായും ആത്മീയമായും ഭൗതികമായൊക്കെ കർത്താവ് അനുഗ്രഹങ്ങളെ വർഷിക്കാനായി തുടങ്ങി. ഈ മീറ്റിങ്ങില് നാളുകളായി പങ്കെടുക്കുന്നുണ്ടല്ലോ. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആന്റിയുടെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ഈ മീറ്റിംഗ് നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്, ഒത്തിരി സന്തോഷമുണ്ട്. പിള്ളേരും ഒക്കെ ഇരുന്ന് കാണും. മക്കളൊക്കെ വരാറുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആന്റി മുമ്പേ പറഞ്ഞില്ല ആന്റിയുടെ വീടിന്റെ അയൽക്കാരുണ്ട് ഈ പ്രോഗ്രാമിലുണ്ട്. ആന്റിയുടെ വീടിന്റെ ഉള്ള അയൽക്കാർ. അപ്പൊ ആന്റിയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളും വിടുതലുകളും മാറ്റങ്ങളും അവർക്കും അറിയാം. അവളുടെയും ഭർത്താവ് മരിച്ചു പോയിട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പം എനിക്കുണ്ടായ എന്റെ ആ വളർച്ച അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെ വിളിച്ചാലും അവര് പോരും എന്റെ കൂട്ടത്തില്. ഒത്തിരി പേര് വരാനിരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും 2-3 പേർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആന്റി ഒത്തിരി പേരോട് പറയാറുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി വിടുതലുകൾ ആന്റിയുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. ഈ കർത്താവിനെ കുറിച്ച് ആന്റിക്ക് എന്താ പറയാനുള്ളത്? കർത്താവ് ഏറ്റവും സ്നേഹം. നമുക്ക് ആരും വേണ്ട, നമുക്കൊരു സങ്കടവും ഇല്ല, നമുക്ക് ഒരു കൂട്ടും നമുക്ക് വേണ്ട. നമ്മുടെ കർത്താവ് മാത്രം മതി. ഇന്ന് പകൽ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന അനേക ദൈവമക്കളുണ്ട്. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയ സാഹചര്യത്തിൽ ഹസ്ബൻഡ് മരണപ്പെട്ടു, മക്കളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ആ സാഹചര്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ TV പ്രോഗ്രാം കാണുന്നു, അതിലൂടെ കർത്താവിനെ അറിയുന്നു, അനുഭവിക്കുന്നു. ഇന്ന് സരളയാന്റിക്ക് പറയാനുള്ളത് എല്ലാ മേഖലകളിലും, ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിലും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും കൈകളെ അടിച്ച് അതരങ്ങളെ തുറന്നെന്ന് പറഞ്ഞേ, എന്റെ ദൈവം താണുകിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അവൻ നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവാണ്.